മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്ന പുനരധിവാസ പദ്ധതിക്ക് ഇന്നലെയാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ സമ്മിശ്രമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മേപ്പാടി കുന്നമ്പറ്റയിൽ താമസിക്കുന്ന ആളുകളാണ് എന്നോടൊപ്പമുള്ളത്. ഈ മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ നിന്നുള്ള ആളുകളാണ്, ഗുണഭോക്തൃ ലിസ്റ്റിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇന്നലെ ഒരു പരാതി പറഞ്ഞത് കൽപ്പറ്റയിൽ 5 സെൻറ്റും നെടുമ്പാലയിൽ 10 സെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതൊരു പരാതി പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിലിപ്പോൾ ഗവൺമെൻറ് എടുത്ത നിലപാട് വളരെ സ്വാഗതാർഹമാണ്. ഇപ്പോൾ നെടുമ്പാലയിലും അതേപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും പിന്നെ വളരെ നല്ല ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പിനായി ഗവൺമെൻറ് കണ്ടെത്തിയത്. അതിൽ നെടുമ്പാലയിൽ 10 സെൻറ്റും കൽപ്പറ്റയിൽ 5 സെൻറ്റും എന്ന് പറയുമ്പം നിലവിലിപ്പോൾ നമ്മൾ ആ ഏരിയയിൽ താമസിച്ച ആളുകളിൽ വളരെ ചുരുങ്ങിയ ആളുകളെ ഉള്ളൂ. ഇപ്പോൾ എസ്റ്റേറ്റ് വാർഡിലാണെങ്കിലും മറ്റും ഈ കുറഞ്ഞ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ. ബാക്കിയൊക്കെ 10 സെൻറ്റിൽ കുറയാത്ത സ്ഥലങ്ങൾ ഭൂരിഭാഗം ആളുകളിലും ഉണ്ട്. അവരൊക്കെ ഈ 5 സെൻറ്റിലേക്ക് ചുരുങ്ങുക എന്ന് പറയുമ്പം അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക വിഷമം എല്ലാവർക്കും ഉണ്ട്. കാര്യങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ യോജിപ്പാണോ? ഇനിയിപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളും യോജിപ്പാണ്. കാരണം എന്താ വെച്ചാൽ നെടുമ്പാല എന്ന് പറയുന്ന സ്ഥലം ടൗണും സ്കൂളും ബാക്കി സൗകര്യങ്ങളുമായിട്ട് ഒരല്പം ദൂരത്താണെങ്കിലും കൽപ്പറ്റനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു സൗകര്യങ്ങൾ ഒരു നിജപ്പെടുത്തിയിട്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിലൊരു പൊതു സംവിധാനങ്ങൾ അത്ര കൽപ്പറ്റ ആവശ്യമില്ല, അവിടെ സ്ഥലം വീടിന് കൂടുതൽ കൊടുക്കണം എന്നുള്ളത്. അതെ അതെ. എന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളാണെങ്കിലും അവിടെ ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് അതേപോലെ ഈ നഴ്സറി പോലത്തെ എന്തെങ്കിലും ചെറിയ സംവിധാനങ്ങളാണെങ്കിൽ അവിടെ മതി. പക്ഷേ നെടുമ്പാലിനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. സ്കൂൾ വരെ നമുക്ക് അതിലുണ്ടെങ്കിലേ അതൊരു ഉപകാരത്തിലെത്തുള്ളൂ. ഇതിലിപ്പോൾ ഈ പറഞ്ഞതല്ലാതെ ഇന്നലത്തെ പദ്ധതി വിശദമായിട്ട് കേട്ടോ? എന്തൊക്കെയാണ് അതിലെ ഒരു എന്തെങ്കിലും തിരുത്താനുള്ളതൊക്കെ പറയാനുണ്ടോ? തിരുത്താനുള്ളത് ഒന്നുമില്ല. ഇപ്പോൾ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത് പറയാനുള്ളൂ. പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഈ 2 കൂട്ടറിൻ്റെ പേരിൽ 2 പ്രാവശ്യം ഇപ്പോഴും വന്നിട്ടുണ്ടായില്ല. ഈ പേരിനെ കുറിച്ച് ഇപ്പോഴും ഒരു പ്രശ്നങ്ങളുണ്ടോ? കുറേ ആളങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ കരടിയിലേക്ക് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ പേരില്ല 2 ലിസ്റ്റ് വന്നാലും. അപ്പോൾ ഇനിയുള്ളതിലെങ്കിലും ഒരു എന്താ കാരണം പറഞ്ഞ അത് എന്താ കാരണം അവർ പറയുന്നത് ഫസ്റ്റ് മൊത്തം വീട് പൂർണ്ണമായി പോയവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് അതിലേക്ക് വരുന്നതാണ് അവർ പറയണത്. പക്ഷെ എന്തായാലും നമ്മൾക്കത് കിട്ടണമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നത് 6 മാസം പറഞ്ഞ 1 വർഷം ആയിക്കിങ്ങനെ. പക്ഷെ ഇത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ പോകുന്നൊരു ലക്ഷ്യമില്ല. ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമ്മൾ യോജിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചതിലെല്ലാം നമ്മൾക്ക് ഇതിൽ ഒരു ഇന്നലെ വന്നത് വിശദമായി കേട്ടോ? എന്താ പറയാനുള്ളത്? അല്ല, നമ്മൾ മുണ്ടക്കായ ഭാഗത്തുള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ എസ്റ്റേറ്റ് തൊഴിലാളി സംബന്ധിച്ചിടത്തോളം വീടില്ല. അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞാൽ നമ്മളതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വന്നതിൽ ഒന്നും ലിസ്റ്റിലൊന്നും പേരും ഇല്ല. പാടിയിലാണോ താമസിച്ചിരുന്നത്? പാടിയിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. പക്ഷേ മുണ്ടക്കായ ആ ഏരിയ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. ഇപ്പോൾ പണിക്ക് പോയിട്ട് 5 മാസമായി. എല്ലാം കൊണ്ടും നമുക്കൊരു വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. അപ്പോൾ ഈ വന്ന ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു? വന്ന ലിസ്റ്റിലും പേരില്ല. ഇപ്പം അതൊരു ആശങ്ക വല്ലാതെ ഉണ്ട്. എന്തായാലും നമ്മളെ പേരൊക്കെ വരും, ഇങ്ങനൊരു വീട് കിട്ടും എന്നുള്ള എല്ലാവരും പ്രതീക്ഷയും എല്ലാം ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കൂടി എല്ലാവരും ഒരു സ്ഥലത്താണെന്ന് തന്നെയാണ് നമുക്കൊക്കെ വളരെ സന്തോഷമുള്ളത്. ഇങ്ങനെയൊക്കെ വന്നതിലും വളരെ സന്തോഷിക്കുന്നു. ഇനി ഒരു വീട് എത്രയും പെട്ടെന്ന് ഈ വാടകയിൽ നിന്ന് ഞങ്ങൾക്ക് വേഗമാക്കി തരണമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായുമുള്ള ആശങ്ക 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ ചില കൽപ്പറ്റയിൽ 5 സെൻറ്റും നെടുമ്പാലയിൽ 10 സെൻറ്റും എന്നുള്ള കാര്യത്തിൽ പലർക്കും വിയോജിപ്പുണ്ട്. ഒരേപോലെ ചുരുങ്ങിയത് 10 സെൻറ്റെങ്കിലും ലഭിക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഈ ലിസ്റ്റ് സംബന്ധിച്ച ആശങ്കകളും നിലനിൽക്കുന്നു. പലരും ആദ്യത്തെ കരട് പട്ടികയിൽ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അവസാനം നമ്മളോട് പറഞ്ഞതുപോലെ ഈ പാടിയിൽ താമസിച്ചിരുന്ന, സ്വന്തം വീടല്ലാതെ എസ്റ്റേറ്റ് പാടിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ ആശങ്കയുണ്ട്. അത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് എല്ലാ ആശങ്കകളും ദൂരീകരിച്ച് ഒരു സമഗ്രമായ പദ്ധതി വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കും വരിക എന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. എന്തായാലും പൊതുവെ സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിനെ ആളുകൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ 2-3 പ്രശ്നങ്ങൾ തിരുത്തണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.